നീലിമ അനന്തന്റെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല നീറ്റായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഹോ, കുളിക്കുവാണോ എന്റെ മഹാദേവ? ഇവര് രണ്ടുപേരും കൂടെ എന്റെ കൂടെ വന്ന ആ അലവലാതിയുടെ വായന്ന് എന്തെങ്കിലും വീണാൽ എന്റെ കാര്യത്തിൽ തീരുമാനമായി. ഒന്ന് വിളിച്ചു പറയാമെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് എങ്ങനെയാ ഒന്ന് വിളിക്കാ? നീലിമ ടെൻഷനോടെ ഓർത്തു. എന്തായാലും ഒന്ന് മെസ്സേജ് അയച്ചിടാം അഞ്ജുന്. അതും പറഞ്ഞ് ഫോൺ എടുക്കാനായി ബാഗിന്റെ അടുത്തേക്ക് നടന്നതും അനന്തൻ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ട് നീലിമ തിരിഞ്ഞു നോക്കിയതും ഒരു ടവൽ മാത്രം ഉടുത്തോണ്ട് നിൽക്കുന്ന ആനന്ദനെ കണ്ടതും നീലിമ വായും തുറന്ന് നോക്കിന്ന് പോയി. അവന്റെ രോമം നിറഞ്ഞ നെഞ്ചിലേക്ക് അവളുടെ നോട്ടം ചെന്ന് നിന്നും. ആ രോമം നിറഞ്ഞ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിന്ന് കിടക്കുന്ന സ്വർണ്ണമാലയും നനവ് മാറാത്ത ശരീരവും നീലിമ ഒരു നിമിഷം അവന് കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി. അവനും പെട്ടെന്ന് നീലിമയെ അവിടെ കണ്ടതിന്റെ ഞെട്ടിലായിരുന്നു. അവനും അവളെ നിന്ന് നോക്കി. ഒരു കോട്ടൺ ചുരിദാറാണ് വേഷം. അതും അമ്മുവിന്റെ നനഞ്ഞ മുടി കുളിർപ്പിന്നിൽ കെട്ടിയിട്ടേക്കുന്നു. നെറ്റിയിൽ താൻ താൽ ചാർത്തിയപ്പോൾ ഇട്ടുകൊടുത്ത് സിന്ദൂരം ചെറുതായി മാഞ്ഞിട്ടുണ്ടെങ്കിലും ചെറുതായി തിളഞ്ഞു കാണുന്നുണ്ട്. മുഖത്ത് വേറെ ചമയങ്ങളൊന്നുമില്ല. കഴുത്തിൽ താൻ കെട്ടി താലിയും പിന്നെ അവളുടെ കഴുത്തിലെ കുഞ്ഞൊരു മാലയും മാത്രം. അവനൊരു നിമിഷം അവളെ തന്നെ നോക്കിയെന്ന് പോയി. ഇതുവരെ താൻ അവളെ വേറൊരു കണ്ണിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോ തന്റെ താലി സിന്ദൂരവും അണിഞ്ഞതുകൊണ്ടാണോ തനിക്കൊരു മാറ്റം? രണ്ടുപേരെയും കണ്ണെടുക്കാതെ പരസ്പരം നോക്കി നിന്നു. പെട്ടെന്ന് അനന്തന്റെ ഫോൺ ബെല്ലടിച്ചു. അത് കേട്ട് രണ്ടുപേരും ഞെട്ടി. അനന്തൻ പൊടുന്നനെ നീലിമയിൽ നിന്നും നോട്ടം മാറ്റി ടേബിളിലിരിക്കുന്ന ഫോണിന്റെ അടുത്തേക്ക് ചെന്നു. നീലിമ ഒരു ചമ്മലോടെ ആനന്ദൻ പോകുന്നു നോക്കി നിന്നു. ആ ഹലോ, പറ നിശാന്തേ. അവൻ എന്തിനാ വരുന്നേ? നമുക്ക് രണ്ടുപേർക്കും പോയാൽ പോരേ? ആ എന്തേലും കാണിക്ക്. ആ റെഡിയായി നിൽക്കാം. ഇല്ലടാ, ശരിയെന്നാ നാളെ കാണാം. നീലിമ അനന്തൻ സംസാരിക്കുന്നത് നോക്കി നിൽക്കുവാണ്. ഇങ്ങർക്ക് ഇത്രയും ഗ്ലാമറൊക്കെ ഉണ്ടായിരുന്നോ? നീലിമ അവനെ നോക്കിക്കൊണ്ട് മനസ്സിലോർത്തു. ഫോൺ ചെയ്തിട്ട് തിരിഞ്ഞ അനന്തൻ കാണുന്നത് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന നീലിമയും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളെ ഒന്ന് നോക്കിയിട്ട് നേരെ അലമാരയുടെ അടുത്തേക്ക് പോയി ഒരു കാവ്യമുണ്ടും ബനിയനും എടുത്തു. അലമാര തുറക്കുന്ന സൗണ്ട് കേട്ട് നീലിമ ഒന്ന് ഞെട്ടി. അയ്യേ, ആനന്ദേട്ടനെ ഞാൻ ഇത്രയും നേരം നോക്കിയിരുന്നതോ? ഒരു ചമ്മലോടെ നീലിമ ആനന്ദനെ നോക്കി. അവിടെ ആളതൊന്നും ശ്രദ്ധിക്കാതെ ടവലിന്റെ പുറത്തോടെ കയറി കൊടുക്കുവാണ്. അത് കണ്ടത് നീലിമ പൊടുന്നതിനെ തിരിഞ്ഞു നിന്നു. അയ്യേ, ഇങ്ങനക്ക് നാണില്ലേ എൻ്റെ മുന്നിൽ വെച്ച് ഡ്രസ്സൊക്കെ മാറാൻ? നീലിമ തിരിഞ്ഞെന്ന് പുറകുറുത്തു. കണ്ണാടിയിൽ കൂടെ അവളെ തന്നെ നോക്കിയെന്ന അനന്തൻ വ്യക്തമായി അവളുടെ കാട്ടിക്കൂട്ടൽ കാണുകയും ചെയ്തു. ആ നീലു. അനന്തൻ അലമാരയുടെ മുന്നിൽ നിന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് വിളിച്ചു. നീലിമ അവൻ്റെ വിളി കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്ത് അതിശയമാണ്. ആനന്ദേട്ടൻ തന്നെ നീലു എന്ന് തന്നെയല്ലേ വിളിച്ചത്? ഇങ്ങ് വാ, ഇവിടെ വന്നിരിക്കെ. അനന്തൻ വീട്ടിലേക്ക് ഇരുന്നിട്ട് നീലിമയെ അവൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. നീലിമ ഞെട്ടി എന്നോണം തിരിഞ്ഞു നോക്കി. ഇവിടെ നിന്നാ ആളെങ്ങനെ ബെഡിൻ്റെ അടുത്തെത്തി? സത്യത്തിൽ എൻ്റെ കിളികൾ മൊത്തത്തിൽ പറന്നോ? നീലിമ അവളോട് തന്നെ ചോദിച്ചു. താൻ വിളിച്ചിട്ടും ഒരു അനക്കവുമില്ലാതെ നിൽക്കുന്ന നീലിമയെ അനന്തൻ നെറ്റിച്ച് വിളിച്ചു നോക്കി. പിന്നെ ഒന്നുകൂടെ അവൻ അവളെ വിളിച്ചു. ആ വിളിയിൽ അവൾ ബോധം വീണ്ടെടുത്ത് അവൻ്റെ അരികിലേക്ക് ചെന്ന് ബെഡിൻ്റെ ഒരറ്റത്തായിരുന്നു. അനന്തൻ അവളോട് സംസാരിക്കാനാണ് വിളിച്ചിരുത്തിയത്. പക്ഷേ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അവനൊരു ടെൻഷൻ. അവൻ ഇടയ്ക്കിടയ്ക്ക് നീലിമയെ നോക്കുന്നുണ്ട്. നീലിമയും അവനെയും നോക്കുന്നുണ്ട്. ആനന്ദൻ പറഞ്ഞു തുടങ്ങിയാലേ തനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. നീലിമ ഒന്നുകൂടെ ആനന്ദനെ നോക്കി. അപ്പം തന്നെ അനന്തനും അവളെ നോക്കി. രണ്ടുപേരെയും നോട്ടം തമ്മിൽ ഇടഞ്ഞതും ചെറുചീരിയുടെ രണ്ടുപേരും നോട്ടം മാറ്റി. തനിക്കെന്താ അവളോട് സംസാരിക്കാൻ ഇത്രയും ബുദ്ധിമുട്ട്? നേരത്തെ ആയിരുന്നാൽ താൻ അവളോട് സംസാരിക്കുവാൻ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ. നേരത്തെ റൂം വൃത്തികേടാക്കിയിട്ടതിന് എന്തേ എനിക്ക് ദേഷ്യത്തിൽ അവളോട് വഴക്ക് പറയാൻ പറ്റില്ല? അനന്തന്റെ മനസ്സ് അവനോട് തന്നെ ചോദിച്ചു. ഇനി നിശാന്ത് പറഞ്ഞതുകൊണ്ടാണോ? ആയിരിക്കാം. അവൻ തന്നെ ചോദ്യവും ഉത്തരവും കണ്ടെത്തി. നീലിമയുടെ ചിന്തയും അങ്ങനെ തന്നെയായിരുന്നു. ആനന്ദേട്ടൻ്റെ റൂം വൃത്തികേടാക്കിയിടതിന് നല്ലത് കേൾക്കുന്ന കരുതി. ഇപ്പം എന്താ പറ്റിയത് ആൾക്ക്? നീലിമ എന്തോ ചിന്തയിലിരിക്കുന്ന ആനന്ദനെ നോക്കിക്കൊണ്ട് ഓർത്തു. ആനന്ദൻ ശ്വാസം ഒന്ന് നേരെ വിട്ടിട്ട് നീലിമയെ നോക്കി. അവൾ അവനെ തന്നെ നോക്കിയിരിക്കുവാണ്. അവൻ നോക്കുന്ന കണ്ട് അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. നീലു, നിനക്കറിയാലോ, നിന്നെപ്പോലെ തന്നെ എനിക്കും പെട്ടെന്ന് ഈ വിവാഹം ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ആനന്ദൻ സംസാരത്തിന് തുടക്കമിട്ടുകൊണ്ട് പറഞ്ഞു. അവൻ പറയുന്ന കേട്ടതും നീലിമ അവനെ മുഖമുയർത്തി നോക്കി. അവനും അവളെ നോക്കി പറഞ്ഞു തുടങ്ങി. നിന്റെ ചേച്ചിയെ കല്യാണം കഴിക്കാനിരുന്ന ഞാൻ അനിയത്തിയായി കണ്ട നിന്നെ വിവാഹം ചെയ്യേണ്ടി വന്നാൽ എൻ്റെ അവസ്ഥ നിന്നെക്കാട്ടിൽ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നീയും എന്നെപ്പോലെ ഒരവസ്ഥയിൽ നിൽക്കുന്ന കൊണ്ട് നിന്റെ ചിന്താഗതിയും എൻ്റെ ചിന്താഗതിയും ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ നിനക്കും നിന്റെ ഇഷ്ടങ്ങൾ എനിക്കും കുറച്ച് സമയം പിടിക്കും. അത്രയും പറഞ്ഞിട്ട് എൻ്റെ നീലിമയെ നോക്കി. അവൾ ചെറുചീരിയോടെ താൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുവാണ്. അതുവരെ നമുക്ക് പരസ്പരം അറിയാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ റൂം ഇങ്ങനെയൊന്നും വലിച്ചു വാരിയിടുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ നീലുവേ.
ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. സോറി അനന്തേട്ടാ, ഞാൻ ഓർക്കാതെ ഹോസ്റ്റലാണെന്ന് കരുതി. ഇനി സത്യമായിട്ടും അങ്ങനെ ഉണ്ടാവില്ല. ഏട്ടൻ പറഞ്ഞ പോലെ ഞാനും ഏട്ടനെ ഒരു ഭർത്താവ് എന്ന പോലെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നീലിമ അനന്തൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി. ഞാനും ഈ ജീവിതത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കാം. ഏട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യയാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഏട്ടനെ മനസ്സിലാക്കുന്ന ഭാര്യയാകാൻ ശ്രമിക്കാം. നീലിമയുടെ വാക്കുകൾ അനന്തനിൽ ഒരു അമ്പരപ്പായിരുന്നു. കാരണം അവൻ ഇതുവരെ അവളുടെ പക്വതയോടെയുള്ള സംസാരം കേട്ടിട്ടില്ലായിരുന്നു. തൻ്റെ മനസ്സിലെ നീലിമ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കുട്ടിത്തം മാറാത്ത, ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുന്ന അമ്മുവും അജുവും പിന്നെ ഇവിടെ അടുത്തുള്ള ചെറിയ കുട്ടികളുമായിട്ട് കളിച്ചു നടക്കുന്ന, കണ്ട മാവിലൊക്കെ കയറി കളിച്ചു നടക്കുന്ന ഒരു മരം കയറി പെണ്ണായിട്ടേ കണ്ടിട്ടുള്ളൂ. അതാണ് അവളോട് പണ്ട് ഇത്തിരി അകലം പാലിച്ചതും. അമ്മ നീലിമയുടെ കൂടെ നടക്കുമ്പോൾ അവളെ വഴക്ക് പറയുന്നതും. ആ അനന്തേട്ടാ, നാളെ എപ്പോഴാണ് ഇറങ്ങുന്നേ? നീലിമയുടെ ചോദ്യമാണ് അനന്തനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. എന്താ? പെട്ടെന്ന് അനന്തൻ ഞെട്ടിക്കൊണ്ട് നീലിമയോട് ചോദിച്ചു. നാളെ രാവിലെ എപ്പോഴാ ഇറങ്ങുന്നതെന്ന് നീലിമ ഒന്നുകൂടെ എടുത്തു പറഞ്ഞു. രാവിലെ ഒരു 3 മണിക്ക് ഇറങ്ങാം. ഞെട്ടിലൊക്കെ മാറിയപ്പോൾ അനന്തൻ പറഞ്ഞു. അതിന് നീലിമ ഒന്ന് മോളി. പിന്നെ എന്ത് പറയണമെന്നറിയാതെ നീലിമ അവിടെ നിന്ന് പരുങ്ങി. അമ്മയോട് കഴിക്കാൻ എടുത്തു വെക്കാൻ പറ. നീലം നാളെ രാവിലെ പോകാനുള്ളതല്ലേ. അവിടെ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന നീലിമയെ നോക്കി അനന്തൻ പറഞ്ഞു. ഞാൻ പറയാം അനന്തേട്ടാ. അതും പറഞ്ഞ് പോകുന്നവളെ ചെറുശ്ശേരിയോടെ നോക്കിയെന്നു അനന്തൻ. നീലിമ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ സുഭദ്ര കഴിക്കാനുള്ളത് ഒക്കെ എടുത്തു വെക്കുകയാണ്. മോള് വന്നോ, അവനോട് കഴിക്കാൻ വരാൻ പറ മോളെ. നീലിമയെ കണ്ടതും സുഭദ്ര പറഞ്ഞു. ആനന്ദേട്ടൻ കഴിക്കാൻ എടുത്ത് വെക്കാൻ പറഞ്ഞു അപ്പേ. നീലിമ ചിരിയോടെ പറഞ്ഞതും ആ അമ്മയുടെ മനസ്സിലെ ആദ്യം കുറഞ്ഞു. രണ്ടുപേരും ഇങ്ങനെ തീരുമെന്ന് അവർക്കൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞു ആശ്വാസം അവർക്ക് കിട്ടി നീലിമയുടെ മുഖത്തെ തെളിച്ചത്തിൽ നിന്നും. എന്നാൽ ഇതൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെക്കും മോളെ. കറിയുടെ പാത്രം ചൂണ്ടിക്കൊണ്ട് സുഭദ്ര പറഞ്ഞു. ശരി അപ്പേ. അതും പറഞ്ഞ് നീലിമ അടുക്കളയിൽ നിന്നും ഡൈനിങ് റൂമിലേക്ക് നടന്നു. ബാക്കി സാധനവും എടുത്തുകൊണ്ട് സുഭദ്രയും നീലിമയുടെ പുറകെ ചെന്നു. നീലിമ ഡൈനിങ് റൂമിൽ ചെന്നപ്പോൾ അനന്തനും അമ്മാവനും അജുവും ഇരിപ്പുണ്ട്. ഇവനെപ്പോൾ വന്നു? അനുവിനെ കണ്ടുകൊണ്ട് നീലിമ മനസ്സിൽ പറഞ്ഞു. അമ്മ വന്നില്ലേ? സുഭദ്ര ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അജു ആളിപ്പോൾ വിളിച്ചിട്ട് വാ. കഴിക്കാനിരുന്ന അജുവിനോട് സുഭദ്ര പറഞ്ഞു. എനിക്കൊന്നും വയ്യ, അമ്മ പോയി വിളിച്ചോണ്ട് വാ. അജു അന്നേരം തന്നെ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പേ അവൻ കഴിക്കാൻ വന്നിരുന്നില്ലേ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അതും പറഞ്ഞ് നീലിമ അമ്മുവിൻ്റെ റൂമിലേക്ക് പോയി. എടി പെണ്ണേ, കഴിക്കാൻ വാ, അപ്പ വിളിക്കുന്നുണ്ട്. അമ്മുവിൻ്റെ റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് നിന്നുകൊണ്ട് നീലിമ പറഞ്ഞു. ഞാൻ വരാം, നീ നടന്നോ. കട്ടിൽ കിടന്ന അമ്മു തല അല്പം പൊക്കിക്കൊണ്ട് പറഞ്ഞു. വേഗം വാ. അതും പറഞ്ഞ് നീലിമ പോയി. നീലിമ ചെല്ലുമ്പോൾ എല്ലാവർക്കും സുഭദ്ര വിളമ്പി കഴിഞ്ഞിരുന്നു. മോളെ വാ, വന്നിരിക്കുക. നീലിമയെ കണ്ടതും അവർ പറഞ്ഞു. അമ്മ വന്നില്ലേ മോളെ? അവൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പേ. നീലിമ പറഞ്ഞ് മുഴുവക്കും മുന്നേ അമ്മ വന്നിരുന്നു. വന്നോ? നിനക്ക് വലതും കഴിച്ചിട്ട് പോയി കിടന്നാൽ പോരെ അമ്മോ? സുഭദ്ര അമ്മുവിനെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് ചോദിച്ചു. അതവളൊരു ചിരിയിൽ ഒതുക്കിയെങ്കിലും നീലിമയ്ക്ക് എന്തോ അവളുടെ ഇരിപ്പ് അത്ര ബോധിച്ചില്ല. എന്തായിരിക്കും നീലിമ തല പുകഞ്ഞാലോചിച്ചു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അമ്മ റൂമിലേക്ക് പോകുമെന്ന് നീലിമ അമ്മുവിനെ പിടിച്ചു നിർത്തിയെങ്കിലും അവളൊന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ആളുടെ റൂമിലേക്ക് തന്നെ പോയി. മോളെ ഇവിടെ നിൽക്കുവാ, ഇങ്ങ് വന്നേ. സുഭദ്ര അമ്മുവിൻ്റെ റൂമിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന നീലുവിനെ കൈയോടെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. എന്താപ്പേ? നീലിമ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അപ്പോഴേക്കും ഒരു ഗ്ലാസ് പാല് സുഭദ്ര നീലുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. നീലിമ കയ്യിലിരിക്കുന്ന പാലും സുഭദ്രയും മാറി മാറി നോക്കി. എന്താ നോക്കുന്നേ? ചടങ്ങായിട്ട് തന്നെ നടക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കാത്ത വിവാഹമാണ് ഇതെന്ന് അപ്പയ്ക്കറിയാം. എന്നാലും വിധി അതുപോലെ നടക്കും. ഈ ജന്മം നിങ്ങൾ രണ്ടുപേരുമാണ് ഒന്നിക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കാം. പിന്നെ ആനന്ദൻ, അവൻ മാറും. പെട്ടെന്ന് അനീതിയായി കണ്ട ആളെ ഭാര്യയായി കാണുക എന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മോളുടെ കാര്യവും. പക്ഷേ അതും പറഞ്ഞ് രണ്ടുപേരും അകലം പാലിച്ചാൽ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തെ അത് ദോഷം ചെയ്യും. അപ്പച്ചി പറഞ്ഞത് മോൾക്ക് മനസ്സിലായോ? മനസ്സിലായെന്ന് നീലിമ തലയാട്ടി. പിന്നെ ഇത്രയും പെട്ടെന്ന് മോൾക്ക് ഇങ്ങോട്ട് ജോലിക്ക് ശരിയാക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ അകന്നു പോകും. സുഭദ്ര ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. മോള് നാളെ രാവിലെ പോകാനുള്ളതല്ലേ? സുഭദ്ര നീലിമയുടെ തലയിൽ നിന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. അതിനവരെ നോക്കിയെന്ന് ചിരിച്ചിട്ട് നീലിമ അടുക്കളയിൽ നിന്നും അനന്തൻ്റെ റൂമിലേക്ക് നടന്നു. നീലിമ റൂമിലേക്ക് നടക്കുമ്പോഴും അപ്പ പറഞ്ഞ കാര്യം മാത്രമായിരുന്നു അവളുടെ ചിന്ത. ഇനിയും എന്താണ് കാത്തു വെച്ചേക്കുന്നതായിരുന്നു അവളുടെ ചിന്ത മൊത്തം. റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് നിന്ന് ശ്വാസം നേരെ വിട്ടിട്ട് അകത്തേക്ക് കയറി നീലിമ. ഇതുവരെ താൻ ഒറ്റയ്ക്ക് കിടന്നിരുന്നത് ഇപ്പോൾ ഒരു പുരുഷനോടൊപ്പം. അത് ആലോചിക്കുന്നതും നീലിമയ്ക്ക് കാലും കൈയും വിറയ്ക്കാൻ തുടങ്ങി. നീലിമ അകത്തേക്ക് കയറിയതും കട്ടിൽ കിടന്ന അനന്തൻ ഒരു പിടച്ചിലോടെ എഴുന്നേറ്റു. താൻ ഇന്നത്തെ ദിവസം സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ സ്വപ്നത്തിലുള്ളവളുടെ മുഖം അതൊരിക്കലും നീലിമയുടെ ആയിരുന്നില്ല.
മനസ്സിൽ പതിഞ്ഞവളെ മറക്കാൻ പറ്റുന്നില്ല. അവൾ ചതിച്ചിട്ട് പോലും എല്ലാം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അതാ നീലിമയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ അനന്തൻ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് നീലിമയെ നോക്കി. കയ്യിലൊരു ഗ്ലാസ് പാലുമായിട്ട് നിൽക്കുവാണ് അവളും. എന്തോ ചിന്തയിലാണ്. എന്താ നീലു അവിടെ തന്നെ നിൽക്കുന്നേ, കയറി വാ. നീലിമയെ നോക്കി അനന്തൻ വിളിച്ചു. അനന്തൻ വിളിക്കുന്നത് കേട്ടപ്പോൾ നീലിമയുടെ ദേഹം ഒന്നുകൂടെ വിറകൊണ്ടു. അതിലുപരി പാലും കൊണ്ട് ചെന്നാൽ ആനന്ദേട്ടൻ എന്ത് കരുതുമെന്നായിരുന്നു. അവളെ ചിരി വരുത്തിക്കൊണ്ട് അനന്തൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം തന്നു വിട്ടതാ. അനന്തൻ പാൽ ഗ്ലാസ്സിൽ നോക്കുന്നത് കണ്ടുകൊണ്ട് നീലിമ പറഞ്ഞു. അതിന് അനന്തൻ ഒന്ന് ചിരിച്ചു. എനിക്ക് പാല് രാത്രി കുടിച്ച ശീലയില്ല. നീലിമ തനിക്ക് വേണമെങ്കിൽ കുടിച്ചോളൂ. നാളെ നിനക്ക് പോകേണ്ടതല്ലേ, വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. അതും പറഞ്ഞ് അനന്തൻ കട്ടിലെ ഒരറ്റത്ത് കിടന്നു. നീലിമ അവനെ നോക്കിയിട്ട് ബാത്റൂമിലേക്ക് പോയി. പാല് വാഷ് ബേസിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ഫ്രഷായി വന്നു. പിന്നെ അവളുടെ ബാഗൊക്കെ എടുത്ത് നേരെ വെച്ചിട്ട് ഫോണിൽ രാവിലെ എഴുന്നേൽക്കാൻ അലാറവും വെച്ചിട്ട് അനന്തനെ ഒന്ന് നോക്കി. അവനും അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഇനി എവിടെ കിടക്കണമെന്നറിയാതെ നീലിമ കുറച്ചു നേരം അവിടെ നോക്കി നിന്നു. നീ എന്താ ആലോചിച്ച് നിൽക്കുക? നീലിമ വാ, വന്ന് കിടക്കാൻ നോക്ക്. അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നിട്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റും. അത് കേട്ടതും നീലിമ കട്ടിലേക്ക് കയറി കിടന്നു. ഞാൻ അടുത്ത് കിടക്കുന്നതിൽ തനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ? ആനന്ദൻ കട്ടിൻ്റെ ഒരറ്റത്തിരുന്നോണ്ട് ചോദിച്ചു. ഏയ് ഇല്ലാനന്ദേട്ടാ. ഇല്ലെന്ന് പറയുമ്പോഴും അവളുടെ മനസ്സിൽ ചെറിയ പേടിയും വെപ്രാളവും ഉണ്ടായിരുന്നു. ആനന്ദൻ കിടന്നതും നീലിമയ്ക്ക് പേടിയും വെപ്രാളവും കൂടിയതേയിടൂ. ഒന്നും ആലോചിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. ഒരു ടെൻഷനും വേണ്ട. നീതിനേട്ടൻ്റെയും നിശാന്തിൻ്റെയും അടുത്ത് കിടക്കുന്ന പോലെ കണ്ടാൽ മതി. അപ്പം പെട്ടെന്ന് ഉറക്കം വരും. വേറൊന്നും ചിന്തിച്ച് ഉറക്കം കളയണ്ട, ഉറങ്ങിക്കോ. തനിക്ക് നേരെ തിരിഞ്ഞു കിടന്ന് പറയുന്നവനെ നോക്കി തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു കിടന്ന് കണ്ണുകൾ അടച്ചു നീലിമ. അവൻ അവളെ നോക്കിക്കൊണ്ട് പതി അവനും കണ്ണുകൾ അടച്ചു. ഇത്രയും ദിവസത്തെ അലച്ചിലും ഉറക്കമില്ലായ്മയും എല്ലാം കാണാം കിടന്നതേ അവൻ ഉറങ്ങിയിരുന്നു. നീലിമയ്ക്കും അങ്ങനെ തന്നെ. രാവിലത്തെ യാത്രക്ഷീണം കാണും അവളും വേഗം തന്നെ ഉറങ്ങിയിരുന്നു. അവിടെ രണ്ട് സഹോദരങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ഒരുവൻ ഒറ്റയ്ക്ക് തൻ്റെ ദുഃഖം കരഞ്ഞു തീർത്തപ്പോൾ മറ്റൊരുവൻ അവൻ്റെ പാതയുടെ നെഞ്ചിൽ അവൻ്റെ സങ്കടങ്ങൾ ഒഴുക്കി വിട്ടു. അവനെ താങ്ങായി അവൻ്റെ സങ്കടങ്ങൾ കേട്ടും ആശ്വസിപ്പിച്ചും അവനെ അവൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് ഉറക്കി. അവനും ഒരു കുഞ്ഞിനെ പോലെ അവളുടെ മാറിൽ മുഖം പൊഴുത്തി ഉറങ്ങി. അവിടെ മക്കളുടെ സങ്കടം അറിയാതെ ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാതെ സുഖമായി ആ അമ്മ ഉറക്കത്തിലേക്ക് വീണിരുന്നു. എന്തോ തട്ടലും മുട്ടലും കേട്ടാണ് ആനന്ദൻ കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറന്നതും കാണുന്നത് വെള്ളസാരി എടുത്ത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മൂടി കെട്ടുന്നവളെയാണ്. ആനന്ദൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്നെ എന്താടോ വിളിക്കാഞ്ഞേ? ആനന്ദൻ്റെ സൗണ്ട് കേട്ടത് നീലിമ തിരിഞ്ഞു നോക്കി. ആ എഴുന്നേറ്റോ, ഞാൻ കരുതി ഒരുങ്ങിയിട്ട് വിളിക്കാന്ന്. ഇതൊക്കെ കൊടുത്തിട്ട് വിളിച്ചാൽ അത്രയും നേരം ആനന്ദേട്ടന് ഉറങ്ങാലോ. ഞാൻ നേരത്തെയാണ് സാരി ഉടുക്കാൻ വേണ്ടി അലാറം വെച്ചത്. ചെറു ചിരിയോടെ നീലിമ പറഞ്ഞു. എന്നിട്ട് ബാഗിലേക്ക് ചാർജറും ഫോണും ഒക്കെ എടുത്തു വെച്ചു. ആനന്ദൻ കുറച്ചു നേരം കൂടെ ഇരുന്നിട്ട് ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വന്നു. അപ്പോഴേക്കും നീലിമ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പെട്ടെന്ന് തന്നെ ആനന്ദനും റെഡി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ചെല്ലുമ്പോൾ നീലിമയും അമ്മും ഹാൾ സീറ്റുകളിലിരിക്കുന്നു. ആനന്ദനും അവർക്കൊരു ചിരി സമ്മാനിച്ചിട്ട് അവർക്കടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു. അജു എഴുന്നേറ്റില്ലേ? ആനന്ദൻ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, അവൻ ഈ വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കാൻ പോവല്ലേ? സുഭദ്ര അതും പറഞ്ഞിട്ട് 3 കട്ടനുമായിട്ട് ഹാളിലേക്ക് വന്നു. അവൻ ഇന്നലെ നിശാന്തിൻ്റെ അടുത്ത് പറഞ്ഞത് നീലിമയെ കൊണ്ടാക്കാൻ വരുന്നത്. അപ്പോഴേ ഞാൻ ചോദിച്ചതാ എന്തിനാണെന്ന്. ആനന്ദൻ ഒരു കട്ടൻ എടുത്തുകൊണ്ട് പറഞ്ഞു. ആ, ഇത് കുടിച്ചിട്ട് നിങ്ങൾ പോകാൻ നോക്കു പിള്ളേരെ. കൊച്ചിന് സമയത്ത് അങ്ങ് എത്താനുള്ളതാ. സുഭദ്ര നീലിമയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ, മോളിങ്ങ് വന്നേ. സുഭദ്ര നീലിമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പൂജാമുറിയിലേക്ക് നടന്നു. എന്താപ്പേ? കൂടെ പോകുന്നിടയിൽ നീലിമ ചോദിച്ചു. അതെ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ നെറുകയിൽ എപ്പോഴും സിന്ദൂരം ഇടണം. അത് ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി ഇടുന്നത്. ആ, അവിടെ ചെന്നിട്ടും ഇടാൻ മറക്കരുത് കേട്ടോ. സുഭദ്ര ഒരു നുള്ളു സിന്ദൂരം നീലിമയുടെ നെറുകിൽ ചാർത്തിക്കൊണ്ട് പറഞ്ഞു. അതിന് നീലിമ ഒന്ന് ചിരിച്ചു. പിന്നെ ഭഗവാനെ നോക്കിയെന്ന് പ്രാർത്ഥിച്ചിട്ട് രണ്ടാളും പൂജാമുറി വിട്ടിറങ്ങി. അവർ വന്നപ്പോഴേക്കും നിശാന്തം വന്നിരുന്നു. ആ, എന്നാൽ നമുക്ക് ഇറങ്ങാം. നീലിമയെ കണ്ടുകൊണ്ട് ആനന്ദൻ ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അത് ചോദിക്കുമ്പോഴും ആനന്ദൻ്റെ കണ്ണുകൾ അവളെ സീമന്തരക ചുവപ്പിലേക്ക് ഉടക്കിയിരുന്നു. ആ, എന്നാ പോകാം. നിശാന്ത് പറയുന്നത് കേട്ടാണ് ആനന്ദൻ നീലിമയിൽ നിന്നും കണ്ണുകൾ മാറ്റുന്നത്. ആ, ഇറങ്ങേട്ടാ. അമ്മുവിൻ്റെ കൂടെ സംസാരിച്ച നീലിമ നിശാന്തിനോട് പറഞ്ഞു. എന്നാ വാ. അതും പറഞ്ഞ് നിശാന്ത് നീലിമയുടെ ബാഗ് കയ്യിലെടുത്തു പുറത്തേക്ക് ഇറങ്ങി. കൂടെ ആനന്ദനും. നീലിമ അപ്പയോടും അമ്മുവിനോടും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. നീ ഈ സാരി ചുറ്റി വന്നാ എങ്ങനെയാ പെണ്ണേ? നമ്മൾ 3 പേരും കൂടെ പോകുന്നേ. നീലിമ ഇറങ്ങി വന്നപ്പോൾ നിശാന്ത് തൻ്റെ ബൈക്കിൽ നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു. നീലിമ ചേട്ടനെ നോക്കി നന്നായി ചിരിച്ച് കാണിച്ചു. ഇപ്പം എന്തോ ചെയ്യും? നിശാന്ത് ആനന്ദനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ എൻ്റെ ബൈക്ക് എടുക്കാം. ആ, എന്നാൽ അങ്ങനെ ചെയ്യാം. ആനന്ദൻ അവൻ്റെ ബൈക്ക് എടുത്തതും നിശാന്ത് അവൻ്റെ ബൈക്കിൽ കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു.
അപ്പോഴേക്കും അമ്മോ സുഭദ്രയും ശിവരാമനും ഇറങ്ങി വന്നു. എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് എന്നും കയറുന്ന പോലെ നീലിമ നിശാന്തിൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ കയറാൻ പോയി. എടി, അതിൽ ഞാൻ കയറും, നീ നിന്റെ കെട്ടിൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ കയറിയാൽ മതി. അജു അകത്തുനിന്ന് ഓടി വന്ന് നീലിമയെ തള്ളി മാറ്റിയിട്ട് അതിലേക്ക് അജു കയറിയിരുന്നു. അവനെ കണ്ട് അവിടെ നിന്നവരൊക്കെ ഒന്നമ്പരുന്നു. ആ വാവേ, സമയമായി, അന്നെൻ്റെ ബൈക്കിലേക്ക് കയറി. നിശാന്ത് വണ്ടി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നീലിമയോട് പറഞ്ഞു. നീലിമ അവനെ നോക്കിയെന്ന് തലയാട്ടിയിട്ട് ആനന്ദിൻ്റെ ബൈക്കിലേക്ക് കയറിയിരുന്നു. ബൈക്ക് പോകാൻ മുന്നോട്ടെടുത്തതും നിതിനും ഗൗരിയും കൂടെ വേലി കടന്ന് മുറ്റത്തേക്ക് വന്നു. അവരെ കണ്ട് ഇറങ്ങാൻ പോയി നീലിമയെ നിതിൻ തടഞ്ഞു. കയറിയതല്ലേ, ഇറങ്ങേണ്ടെന്ന്. പിന്നെ എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞിട്ട് ഇരുവരുടെയും ബൈക്ക് മുന്നോട്ട് പോയി.